ക്ലാസ് മാത്രമാണ് 81-കാരനായ രുദ്രനുണ്ണിയുടെ വിദ്യാഭ്യാസം. എന്നാൽ ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ഏത് വർഷത്തിലെയും ദിവസങ്ങളും ആഴ്ചകളും നിമിഷങ്ങൾക്കുള്ളിൽ കണ്ടെത്തുന്നതിൽ വിദഗ്ധനാണ് ഇദ്ദേഹം. അതിനുള്ള പുതിയ ഫോർമുലകൾ രുദ്രനുണ്ണിയുടെ കയ്യിൽ ഭദ്രമാണ്. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള SCERT പ്രസിദ്ധീകരിച്ച കലണ്ടറിൽ ഗുരുതരമായ 2 പിഴവുകൾ കണ്ടെത്തിയെന്ന രുദ്രനുണ്ണിയുടെ അവകാശവാദം ചർച്ചകൾക്ക് വഴിയൊരുക്കുകയാണിപ്പോൾ. 9ാം ക്ലാസ്സിലെ മാജിക് കലണ്ടർ തെറ്റാണെന്ന് ആക്ഷേപം കൊടുത്തിരുന്നു. അതിനുശേഷം പിറ്റത്തെ വർഷം മുതൽ അത് റിമൂവ് ചെയ്തിരിക്കുന്നു. ഈ സബ്ജക്റ്റ് ഞാൻ 15 കൊല്ലത്തെ പ്രവർത്തന ഫലമായി കിട്ടിയ ഉത്തരമാണ്. അത് വെച്ചാണ് തെറ്റാണെന്ന് അഭിപ്രായപ്പെട്ടത്. അധിവർഷം കണക്കാക്കാത്തതും നൂറ്റാണ്ടുകൾക്കിടയിലെ വ്യത്യാസം ശ്രദ്ധിക്കാത്തതുമാണ് ഇതിലെ അടിസ്ഥാനപരമായ തെറ്റുകളെന്ന് രുദ്രനുണ്ണി പറയുന്നു. ഫെബ്രുവരിയിൽ 29 ദിവസമുള്ള അധിവർഷത്തെക്കുറിച്ച് കലണ്ടറിൽ പരാമർശമില്ല. കൂടാതെ AD 1582 ഒക്ടോബർ 4 വരെ നിലവിലുണ്ടായിരുന്ന ജൂലിയൻ കലണ്ടറിൽ നിന്നും ഗ്രിഗോറിയൻ കലണ്ടറിലേക്ക് മാറിയപ്പോൾ സംഭവിച്ച മാറ്റം SCERT പരിഗണിച്ചിട്ടില്ല എന്നും രുദ്രനുണ്ണി ചൂണ്ടിക്കാട്ടുന്നു. ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം എല്ലാ നൂറ്റാണ്ടിലും 25 അധിവർഷങ്ങൾ ഉണ്ടാകില്ല. ആദ്യ 3 നൂറ്റാണ്ടുകളിൽ 24ഉം 4ാം നൂറ്റാണ്ടിൽ 25ഉമാണ് അധിവർഷങ്ങളുടെ എണ്ണം. ഈ സുപ്രധാനമായ കാര്യങ്ങൾ പരിഗണിക്കാതെയാണ് SCERT ഫോർമുല തയ്യാറാക്കിയതെന്നും ഇത് വിദ്യാർത്ഥികളെ തെറ്റായ വഴിക്ക് നയിക്കുമെന്നും രുദ്രനുണ്ണി ആരോപിക്കുന്നു. ഇത്തരം തെറ്റുകൾ മുൻപും പല കലണ്ടറുകൾ നിർമ്മിച്ചവരിലും ആവർത്തിച്ചിട്ടുള്ളതായി രുദ്രനുണ്ണി പറഞ്ഞു. ഗ്രിഗോറിയൻ കലണ്ടറിനെ കുറിച്ച് ആഴത്തിലുള്ള പഠനം നടത്തി ഒരു ഗവേഷണ പ്രബന്ധം തയ്യാറാക്കുകയാണ് രുദ്രനുണ്ണിയുടെ ലക്ഷ്യം. ഒരു തീയതി കിട്ടിയാൽ ആ തീയതി ഏത് നൂറ്റാണ്ടിലാണോ, ഏത് വർഷത്തിലാണോ, ഏത് മാസത്തിലാണോ, ഏത് തീയതിക്കാണോ എന്ന് കണക്ക് കൂട്ടി ഒരു ദിവസം പറയാൻ കഴിയും. അപ്പം നൂറ്റാണ്ട് വേണം, വർഷം വേണം, മാസം വേണം, തീയതിയും വേണം. നൂറ്റാണ്ടുകൾക്കൊരു കോഡ്, വർഷങ്ങൾക്കൊരു കോഡ്, മാസത്തിനൊരു കോഡ്, തീയതി സംഖ്യയിൽ കൂട്ടി കിട്ടുന്ന തുകയെ 7 കൊണ്ട് ഹരിച്ചാലുണ്ടാകുന്ന ശിഷ്ടം 0 ആണെങ്കിൽ ഞായർ, 1 ആണെങ്കിൽ തിങ്കൾ, 2 ആണെങ്കിൽ ചൊവ്വ, 3 ആണെങ്കിൽ ബുധൻ, 4 ആണെങ്കിൽ വ്യാഴം, 5 ആണെങ്കിൽ വെള്ളി, 6 ആണെങ്കിൽ ശനി എന്ന് നിശ്ചയിക്കാം. സാധാരണക്കാരനായ ഒരു വ്യക്തിയുടെ ഈ അസാധാരണമായ കണ്ടെത്തൽ ഏറെ പ്രശംസനീയമാണ്. ഈ വിഷയത്തിൽ വിദ്യാഭ്യാസ വകുപ്പും വിദഗ്ധരും എങ്ങനെ പ്രതികരിക്കുമെന്ന് കാത്തിരുന്നു കാണേണ്ടതാണ്. ETV ഭാരത്, മലപ്പുറം.